നമുക്ക് ഗോവയിൽ നിന്ന് ഒരു വണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗോവയിൽ നിന്ന് നമ്മളുടെ ഇവിടെ വർക്കിന് വേണ്ടിയിട്ട് ഒരു വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. വണ്ടി ഇടിച്ച് കംപ്ലൈൻ്റ് ഒക്കെ ആയിട്ടാണ് വണ്ടി ഇവിടെ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് എന്ന് വന്നിരിക്കുന്ന ഗാരേജ് വ്ളോഗായിട്ടാണ്. ആദ്യം CarJJ വേർഷൻ 1-ലെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. അതിനുശേഷം ഞാനിപ്പോൾ CarJJ വേർഷൻ 2-ലാണ്. അതിനുശേഷം ഇവിടുത്തെ വിശേഷങ്ങളും കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഗോവയിൽ നിന്ന് ഒരു വണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗോവയിൽ നിന്ന് നമ്മളുടെ ഇവിടെ വർക്കിന് വേണ്ടിയിട്ട് ഒരു വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. വണ്ടി ഇടിച്ച് കംപ്ലൈൻ്റ് ഒക്കെ ആയിട്ടാണ് വണ്ടി ഇവിടെ എത്തിച്ചത്. ഒരു സിൽവർ കളർ വണ്ടിയായിരുന്നു. കസ്റ്റമറുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നാഡോ ഗ്രേയിലേക്ക് പെയിൻറ്റ് ചെയ്യുക. നോർമൽ ഹെഡ്ലൈറ്റ്, നോർമൽ ടൈലൈറ്റ്, ടൈപ്പ് 4 കൺവേർഷൻ എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ഫൈനലി നമ്മളുടെ വണ്ടി ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 2007 രജിസ്ട്രേഷൻ വണ്ടിയായിരുന്നു. നാഡോ ഗ്രേയിലേക്ക് പെയിൻറ്റിങ് ചെയ്തിട്ട് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നോർമൽ ഹെഡ്ലൈറ്റ്, നോർമൽ ടൈലൈറ്റ്, ടൈപ്പ് 4 കൺവേർഷൻ കാര്യങ്ങളിലേക്കാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ നാഡോ ഗ്രേ അടിക്കുമ്പോൾ ചെയ്യുന്ന ആ കോമ്പിനേഷനിൽ തന്നെയാണ് ഈ ഒരു വണ്ടിയും ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിലെ ഗ്രില്ലും അതേപോലെ തന്നെ ബോണറ്റും വരുന്ന ഗാർണിഷും കാര്യങ്ങളെല്ലാം പിയാനോ ബ്ലാക്ക് അടിച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റും ടൈലൈറ്റൊക്കെ നോർമലായിട്ട് ചെയ്തത്. ഇവിടെ വരുന്ന ഫോഗ് ലാമ്പിൻ്റെ ഈ ഒരു ഏരിയയിൽ പിയാനോ ബ്ലാക്ക് അടിച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കമ്പനി ഓയിൽ മിറർ ആഡ് ചെയ്തിട്ടുണ്ട്. കമ്പനി ഓയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓയിൽ ഫിനിഷിങ്ങിലുള്ള മിറർ, ആക്യുറേറ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ മിററാണ്. നമ്മളിതിൻ്റെ കുറഞ്ഞ മിററും കിട്ടാനുണ്ട് 4500, 5500 രൂപയ്ക്കൊക്കെ. പക്ഷെ അത് വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇത് ഓയിൽ ഫിനിഷിംഗ് ആണ്, വൈബ്രേഷനും ഇല്ല, പ്രശ്നങ്ങളും ഇല്ല. ഈ ലൈറ്റും കാര്യങ്ങളൊന്നും മങ്ങിയൊന്നും പോവില്ല. പിന്നെ നമ്മൾ ഉള്ളിലേക്ക് ഹാൻഡിലും കാര്യങ്ങളൊക്കെ പിയാനോ ബ്ലാക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ. നാഡോ ഗ്രേയിലെ ആ ഒരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ട് ഇതും പിയാനോ ബ്ലാക്ക് അടിച്ചു. റൂഫ് പിയാനോ ബ്ലാക്ക് അടിച്ചു. സൈഡിലെ ഫില്ലേഴ്സ് പിയാനോ ബ്ലാക്ക് അടിച്ചു. 2007 രജിസ്ട്രേഷൻ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഗ്ലാസ്സുമൊക്കെ ചെറിയ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗ്ലാസ്സുകൾ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടില്ല. ഫ്രണ്ടിലെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ടായിരുന്നു, ചെറിയൊരു ചിന്നൽ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കസ്റ്റമർ റീപ്ലേസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ചെയ്തു. ഫ്രണ്ട് ഗ്ലാസ്സിന് ഇപ്പോൾ നമ്മൾക്ക് വരുന്ന ചാർജ് ഏകദേശം ഒരു 8,000 രൂപയുടെ അടുത്താണ്.
ഓയിൽ ഫിനിഷിങ്ങിലുള്ള ഗ്ലാസ്സിന് പറഞ്ഞ ചാർജ്. ഇതിൻ്റെ ലോക്കൽ ഗ്ലാസ്സൊക്കെ കിട്ടാനുണ്ട്, അത് ഇതിലും കുറവ് റേറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. ഉള്ളിലേക്ക് പോകണമെങ്കിൽ ഫ്ലോർ മാറ്റ് നമ്മൾ ബ്ലാക്ക് വിനൽ മാറ്റ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സീറ്റ് നമ്മൾ നാപ്പ മെറ്റീരിയലിൽ സീറ്റ് ഈ ഒരു വൈറ്റ് സ്റ്റിച്ചിങ്ങിൽ ചെയ്തിട്ടുണ്ട്. വണ്ടി കഴിഞ്ഞ് കിടക്കേണ്ട ഏകദേശം കുറച്ച് നാളായിട്ടുണ്ട്. കാരണം കസ്റ്റമർ ഗോവയിലായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വരാനുള്ള ബുദ്ധിമുട്ടായിരുന്നു തോന്നുന്നുണ്ട്. ബാക്കിലേക്ക് പോകണമെങ്കിൽ സീറ്റ് ഈ ഒരു ടൈപ്പിൽ അടിച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡോർ പാൻ്റെ ഉള്ളിലാണ് ഈ ഒരു പാനലും പിയാനോ ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. ഔട്ടറിൽ പിയാനോ ബ്ലാക്കിൻ്റെ ഒരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടി അകത്തും പിയാനോ ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ പെയിൻറ്റിങ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. 2007 വണ്ടിയുടെ ഒരു പോരായ്മ ഇന്ത്യയിൽ ചെറുതായിട്ടുണ്ട്, കറയൊക്കെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോൾ കസ്റ്റമർ പറഞ്ഞ ഷാമ്പ് വാഷിങ് കാര്യങ്ങളെല്ലാം ചെയ്തോളാമെന്ന്, ആൾ കൊണ്ടുപോയിട്ട് ചെയ്തോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വണ്ടി അങ്ങനെ ഫുൾ ഫൈനൽ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 94,000 നമ്മളെ ടൈപ്പ് 4 കണ്ടീഷൻ പറഞ്ഞ ചാർജ്. നാഡോഗ്രേ ടോപ്പ് നമ്മൾ നാഡോഗ്രേ പെയിൻറ്റിങ് അതേപോലെ തന്നെ റൂഫ് ബ്ലാക്കും ഇതടിക്കുമ്പോൾ നമ്മൾക്ക് 5,000 രൂപ കൂടുതൽ വരും. പ്ലസ് ഇതുമ്പോൾ പാച്ച് വർക്ക് ചെറിയ ഇഷ്യൂസും കാര്യങ്ങളുണ്ടായി. കാരണം ഓൾറെഡി നമ്മൾ ഫ്രണ്ട് ഇടിച്ചൊരു വണ്ടിയായിരുന്നു. അപ്പോൾ അതിൻ്റെയും ചാർജ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഏകദേശം 2,000 രൂപ എടുത്ത് വന്നിട്ടുണ്ടോണല്ലേ, അപ്രോക്സിമേറ്റ്ലി അത്ര വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതാണ് ഈ വണ്ടിയുടെ എമൗണ്ട് ഡീറ്റെയിൽസ്. പിന്നെ ഇതിന് കുറച്ച് മെക്കാനിക്കൽ സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന മെക്കാനിക്കൽ വർക്കുകളും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ വൈൻഡർ വിൻഡോ ഓടണ്ടായിരുന്നില്ല, അപ്പോൾ അതെല്ലാം നമ്മൾ വൈൻഡർ ചേഞ്ച് ചെയ്തപ്പോൾ അത് ക്ലിയറായി. അങ്ങനെയുള്ള ചെറിയ ചെറിയ മെക്കാനിക്കൽ വർക്കും നമ്മളിപ്പോൾ ഈ വർക്കിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്. മേജർ മെക്കാനിക്കൽ വർക്ക് നമ്മളിവിടെ ചെയ്യണില്ല കേട്ടോ. കാരണം സ്ഥല സൗകര്യം പ്രശ്നങ്ങളൊക്കെ ഉള്ള കാരണം വണ്ടികളുടെ എണ്ണം കൂടുതലുള്ള കാരണമൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ ഒരു വണ്ടിയുടെ ഇപ്പോൾ നാളെ ഡെലിവറിയാണ് ഈ ഒരു വണ്ടി. അപ്പോൾ അതിന് മുമ്പ് ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തതാണ്. കുറച്ച് നാൾ മുമ്പ് ഒരു 4 ഡോറ് കംപ്ലൈൻ്റ് ആയിട്ടുള്ളൊരു വണ്ടി, അതായത് 4 ഡോറ് നമ്മൾ ചിറ്റിക്ക് എടുത്ത് തട്ടുമ്പോൾ, നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന മാതിരി ചിറ്റി എടുത്ത് തട്ടുമ്പോൾ ഇങ്ങനെ പൊള്ളമാതിരി പോണ ഒരു വണ്ടിയാണ് എൻ്റെ ഈ ബാക്കിൽ കിടക്കുന്നത്. ആ വണ്ടി ഇപ്പോൾ 4 ഡോറ് നമ്മൾ റീപ്ലേസ് ചെയ്തു. റീപ്ലേസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയത് വാങ്ങല്ല ചെയ്തത്. പുതിയ ഡോറ് അപ്രോക്സിമേറ്റ്ലി എനിക്ക് തോന്നുന്നു, എത്ര ഉണ്ടാ പുതിയ ഡോറിന്? പുതിയ ഡോറും കാര്യങ്ങളൊക്കെ നമുക്ക് റീപ്ലേസ് ചെയ്യണമെങ്കിൽ നല്ല എമൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. ഒരു ഡോറിനൊക്കെ 20-25 രൂപ ആ റേഞ്ചൊക്കെ എന്തായാലും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുതിയ ഡോറ് റീപ്ലേസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 4 ഡോറും ബാക്ക് ഡിക്കും റീപ്ലേസ് ചെയ്യുമ്പോൾ തന്നെ 1,00,000 രൂപ അങ്ങനെ വരും. അപ്പോൾ അതിനേക്കാളും ബെറ്റർ നമുക്ക് എന്തായിരിക്കും സെക്കൻഡ് ഹാൻഡ്, ഇപ്പോൾ അത്യാവശ്യം നോർമൽ ഡെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇപ്പോൾ ഷോറൂമിലൊക്കെ റീപ്ലേസ് ചെയ്യുന്ന ഡോറുകളും കാര്യങ്ങളൊക്കെ കിട്ടാനുണ്ട്. അങ്ങനെ 4 ഡോറും അതേപോലെ തന്നെ ബാക്കിൽ ഡിക്കും നമ്മൾ പർച്ചേസ് ചെയ്തു. ഏകദേശം ഒരു 38 രൂപ 40 രൂപ എടുത്ത് നമ്മൾക്ക് ഇത്രയും സാധനങ്ങൾ വാങ്ങാനായിട്ട് നമ്മൾക്ക് ചാർജ് വന്നു കേട്ടോ. അത് സെലക്റ്റീവ് പാർട്സ് ആയിട്ടാണ് വാങ്ങിയത്. നമ്മൾ സെക്കൻഡ് ഹാൻഡ് ചില ഡോറുകളിൽ ചില സമയങ്ങളിൽ കുറവ് റേറ്റിന് കിട്ടാം, പക്ഷെ അതിന് റസ്റ്റ് ഇഷ്യൂ അല്ലെങ്കിൽ ഓവറായിട്ട് ഡീപ്പ് ഡെൻറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതങ്ങനെയൊന്നുമല്ല, ഇത് നല്ല നീറ്റായിട്ടുള്ള ഡോറാണ്. സ്റ്റീല് പോലും പൊട്ടാത്ത ഡോറുകളാണ് കിട്ടിയിട്ടുള്ളത്. അതായത് നമ്മൾ ഇവിടെ നോർമൽ ഡെൻറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു ഡോറുകളാണ് കിട്ടിയിട്ടുള്ളത്. 4 ഡോറ് നമ്മൾ മാറ്റി, അതേപോലെ തന്നെ ബാക്കിൽ ഡിക്കിയും മാറ്റി. ഡിക്കി അടക്കമുള്ള എമൗണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്തുണ്ടായി, വണ്ടി ക്ലിയറായി. ബാക്കിയുള്ള ഏരിയകളിൽ ഇപ്പോൾ ഫ്രെയിമുകളും കാര്യങ്ങളൊക്കെ ആയാലും നോർമൽ പാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ പാച്ചുകളും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തു. അതേപോലെ തന്നെ ബാക്കിയുള്ള ഏരിയകളിലെ എപ്പോച്ചും കാര്യങ്ങളൊക്കെ അടിച്ച് ഇപ്പോൾ ഇതേ ഫൈനലി ബൂത്തിലേക്ക് വണ്ടി ഇതേ കയറിയിരിക്കുകയാണ്. അടിക്കാൻ പോണത് പേൾ വൈറ്റാണ്. അടിക്കാൻ പോണ കളർ പേൾ വൈറ്റാണ്. ഇപ്പോൾ സ്പോട്ടുകളും കാര്യങ്ങളെല്ലാം തീർത്ത് അണ്ടർ ബോഡി അടിച്ചിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾക്ക് നാളെ ഫൈനൽ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഫൈനൽ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളൊക്കെ വാങ്ങാൻ പോകുമ്പോൾ ഡോറിൻ്റെ അടിവശം കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം നല്ലതാണ്. ഡോറിൻ്റെ അടിവശങ്ങളിലൊക്കെ ഓവറായിട്ട് റസ്റ്റ് ഇഷ്യൂ കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ കോസ്റ്റ്ലിയാണ് റീപ്ലേസ് ഒക്കെ ചെയ്യണമെങ്കിൽ. ഇപ്പോൾ ഏകദേശം ഈ കസ്റ്റമറെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ഏരിയകളിൽ ഇപ്പോൾ ഡോറും കാര്യങ്ങളൊക്കെ നീറ്റായിട്ടുണ്ടെങ്കിൽ ഈ കൺവേർഷൻ്റെ ചാർജും പെയിൻറ്റിൻ്റെ ചാർജും മാത്രം വരുള്ളായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഡോറും കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്തപ്പോൾ കസ്റ്റമർക്ക് ഓവർലോഡായി. 4 ഡോർ റീപ്ലേസ് ചെയ്യേണ്ടി വന്നു, ബാക്കിൽ ഡിക്കി റീപ്ലേസ് ചെയ്യേണ്ടി വന്നു. നമുക്കത് അഡ്ജസ്റ്റ്മെൻറ്റിൽ വെക്കാമെന്ന് വെച്ചാൽ പോലും നടക്കില്ലാത്ത അവസ്ഥയിലൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കാരണം കസ്റ്റമർക്ക് ഏകദേശം ഒരു 38 രൂപ 40 രൂപ എടുത്ത് എക്സ്പെൻസ്, എക്സ്ട്രാ അൺനെസസറി എക്സ്പെൻസ് പറ്റിച്ചതാണ്. സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങിയപ്പോൾ പറ്റിച്ചതെന്നാണ് പറയണത്. എന്താ ചെയ്യല്ലേ. അപ്പോൾ അങ്ങനെ നാഡോഗ്രേ ഇവിടെ ഫൈനലായിട്ട് ഡെലിവറി ചെയ്യാൻ കിടക്കുന്നു. നമ്മളിപ്പോൾ ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ ബാക്കിലൊരു വണ്ടി പ്രൈമർ അടിച്ചിട്ടിട്ടുണ്ട്. പ്രൈമർ അടിച്ചിട്ട് ഗൂർക്കയുടെ ബോഡി വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. ഡെൻറ്റിങ് കാര്യമെല്ലാം ഫുള്ളും കഴിഞ്ഞു. ഇനി പെയിൻറ്റിങ്ങിൽ കയറ്റണം. നമ്മൾ പാച്ച് ഉണ്ടായി, കുറച്ച് അവിടെ ക്വാളിറ്റി ഉണ്ടായി.
ഇന്നോവ പണിയേക്കാളും കുറച്ച് പണി കൂടുതലായിരിക്കും ഇതേപോലുള്ള ഓഫ് റോഡ് വണ്ടികളും കാര്യങ്ങളൊക്കെ പണിയുമ്പോൾ. കാരണം അതിന് കട്ടിങ് കാര്യങ്ങളും അതേപോലെ തന്നെ ബോഡി ഷേപ്പിങ് കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. അപ്പോൾ ബോഡി ഷേപ്പിങ് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് നമ്മൾക്ക് ഉണ്ട്. അപ്പോൾ അതിന് ചെറിയ ടൈമും കാര്യങ്ങളൊക്കെ എന്തായാലും വരും. ഒന്നാമത് ഈ വണ്ടിയുടെ കളറ് ഡിഫൻഡറിൻ്റെ കളറാണ് പറഞ്ഞത്. അതൊരു ഗ്ലോസി ഫിനിഷിങ്ങിലുള്ള കളറാണ്. അപ്പോൾ അതിന് എന്തായാലും ഷേപ്പ് ഇല്ലെങ്കിൽ ആ ഒരു ഫിനിഷിങ് എന്തായാലും കിട്ടില്ല. അപ്പോൾ പ്രോപ്പർ ഷേപ്പ് ചെയ്യണമെങ്കിൽ കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ എന്തായാലും വരും കേട്ടോ. സിൽവർ വണ്ടി ഇതേ 1.7 അടിച്ചിട്ട് ഇവിടുത്തെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ അടുത്ത് സെറ്റിങ് ചെയ്യാനുള്ള വണ്ടിയാണ്. ഇപ്പോൾ നാഡോഗ്ര ഡെലിവറി ചെയ്തതിന് ശേഷം അടുത്തത് ഡെലിവറി ചെയ്യാനുള്ള വണ്ടി മിക്കവാറും ഇതായിരിക്കും, അല്ലെങ്കിൽ ബൂത്തിലെ വണ്ടിയായിരിക്കും കേട്ടോ. നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ക്രോം ആയിട്ട് വരുന്ന ഭാഗങ്ങളെല്ലാം കാർബൺ ഡിപ്പിങ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വണ്ടി ഫൈനൽ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാർബൺ ഡിപ്പിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളെ വീഡിയോസിൽ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നാഡോഗ്രയുടെ ഫിനിഷിംഗ് വർക്ക്, അതേപോലെ തന്നെ നമ്മളുടെ ഗ്യാരേജിലെ കുറച്ച് കാര്യങ്ങളും, അതേപോലെ വണ്ടികൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. കാരണം ഈ ഡോറുകൾ ഇപ്പോൾ 38,000 രൂപ ആളുടെ പോയി. അപ്പോൾ അതേമാതിരിയൊക്കെ പെടാണ്ടിരിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. നല്ല കാര്യമാണ്. കാരണം എത്ര കാശൊക്കെ പോകാമെന്ന് പറയുമ്പോൾ അത്ര വിഷമം തന്നെയാണ്. അപ്പോൾ ആ വണ്ടിയും അടുത്ത വ്ളോഗിൽ നമുക്ക് ആ വണ്ടിയുടെ ഫൈനൽ ലുക്കും കാര്യങ്ങളെല്ലാം കാണാം. 4 ഡോറും ഒരു ഡിക്കിയും റീപ്ലേസ് ചെയ്തു. വണ്ടിയുടെ ഏകദേശം ഭാഗം അങ്ങോട്ട് റീപ്ലേസ് ചെയ്തു. പിന്നെ ബോണ്ടും ഫെൻഡറും സാധനങ്ങളൊക്കെ ഓൾറെഡി കൺവേർഷൻ റീപ്ലേസ് ചെയ്തു. അപ്പോൾ ഫ്രെയിം മാത്രമേ ഉണ്ടായുള്ളൂ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആ രീതിയിൽ അത് ഫൈനൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെയും വീഡിയോസും അടുത്ത വ്ളോഗിൽ ഞാൻ ഉൾപ്പെടുത്താം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോസ്. അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബൊക്കെ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാത്തോട്ട് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.